ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ 2 മണി മുതലുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലുണ്ട്. എനിക്കിപ്പോൾ ഡ്യൂട്ടി രാവിലെ 2 മണി വരെയാണ് കേട്ടോ. 5 to 2 ആണ് എൻ്റെ ഡ്യൂട്ടി ടൈം. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഫാർമസി ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം കേട്ടോ. ആക്ച്വലി ഇങ്ങനത്തെ ഇവിടുത്തെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഡ്യൂട്ടി 2 മണി വരെയൊക്കെ ഉണ്ടോ എന്ന്. ആക്ച്വലി മിക്ക ഫാർമസീസും ഇവിടെ ക്ലോസ് ചെയ്യുന്നത് 2 മണിക്കാണ് കേട്ടോ. പിന്നെ ചില ഫാർമസീസ് ഒക്കെ 24 hours ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഫാർമസീസ് ഒക്കെ 2 മണിക്ക് ക്ലോസ് ചെയ്യും ഇവിടെ റാസൽ ഗെയിമിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ 2 മണി വരെയൊക്കെ ഡ്യൂട്ടി വരാറുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യം ഈ സെയിം ഡ്യൂട്ടി ആവണമെന്നില്ല, മാറിയും തിരിഞ്ഞുമൊക്കെ വരും. ചിലപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി വരും, അല്ലെങ്കിൽ ഈവനിങ്. കുറേ ദിവസം കൊണ്ട് എനിക്കിപ്പോൾ ഈവനിങ് ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫാർമസി ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇവിടെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നമ്മളെ ആരും ഒന്നും ചെയ്യാനൊന്നും വരില്ല. ഇവിടെ ഭയങ്കര സേഫാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഫാർമസി ക്ലോസ് ചെയ്താൽ എനിക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് നമ്മുടെ റൂം വരെ. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നടന്നു പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടക്കാം. റോഡിൽ കൂടി പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഏത് പാതിരാത്രിയും പോവാം. ആക്ച്വലി അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. സോ ഞാൻ റൂമിൽ ഇവിടെ അടുത്തായിട്ടാണ് എൻ്റെ റൂം വരുന്നത്. ഇക്കുനും ഇപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് ഡ്യൂട്ടി കേട്ടോ. 5 to 2 തന്നെയാണ് ഡ്യൂട്ടി. അപ്പോൾ ആളും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് ഒരുമിച്ചാണ് റൂമിലോട്ട് പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്. ഇന്ന് നൈറ്റ് ഉച്ചവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഏതൊരു റൂമിൽ താമസമില്ലാത്തൊരു റൂമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് ഫുൾ വെള്ളമായെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ലിഫ്റ്റ് ഓഫാക്കി ഇട്ടേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലോർ 5ാമത്തെ ഫ്ലോറാണ്, ഏറ്റവും മുകളിലുള്ള ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ 5ാമത്തെ ഫ്ലോർ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ റൂം. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മളോട്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ആവത്തില്ല കേട്ടോ. അപ്പം നമ്മളോട്ട് വിശക്കാണെങ്കിൽ വേറെ വാങ്ങാം, അല്ലെങ്കിൽ ഞാനോട്ട് ഷെയ്ക്കോ എല്ലാം അടിക്കാമെന്ന് വെച്ചു. അല്ലാതെ വിശപ്പ് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ തണുത്ത് എന്തെങ്കിലും കുടിക്കണമെന്ന്. നമ്മൾ ഇവിടം വരെ വരുമ്പോഴേ ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. നമ്മൾ ആകെ അങ്ങ് വിയർക്കും. പിന്നെ ഇത്ര സ്റ്റെപ്പും കൂടി കയറിയപ്പോൾ ആകെ ക്ഷീണിച്ചു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് അവക്കാഡോ ആണ് ഇന്ന് എടുത്തത്. അവക്കാഡോ ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓട്സും കൂടി ആഡ് ചെയ്ത് കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അതായിരുന്നു ഇന്നത്തെ ഫുഡ് കേട്ടോ. പിന്നെ വേറൊന്നും കഴിച്ചില്ല. അങ്ങനെ വിശപ്പൊന്നും തോന്നിയില്ല. അതുകൊണ്ട് വേറൊന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു കറക്റ്റ് ഒരു റുട്ടീനൊന്നും കാണത്തില്ല. അതായത് നമ്മുടെ ജോലി പോലെ ഇരിക്കും. ചിലപ്പം രാവിലെ ആയിരിക്കും ഡ്യൂട്ടി, ചിലപ്പം നൈറ്റ് ആയിരിക്കും ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഉറക്കത്തിനും വലിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ആക്ച്വലി നമ്മുടെ ഉറക്കം കറക്റ്റ് അല്ല എങ്കിൽ അത് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇവിടെ മെയിൻലി ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ ഉറങ്ങാൻ പ്രശ്നമുള്ള ഒരുപാട് പേര് മെഡിസിൻസ് എടുക്കുന്നവരുണ്ട് കേട്ടോ. അതായത് നോർമൽ മെഡിസിൻസ് എടുക്കുന്നവരുണ്ട്. നോർമൽ കഫ് സിറപ്സ് ഇല്ലേ, ചില കഫ് സിറപ്സ് കുറച്ച് സിഡേറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കഫ് സിറപ്സ് ഇങ്ങനെ ഉറങ്ങാനായിട്ട് തന്നെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പല സമയത്തല്ലേ ഡ്യൂട്ടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഉറക്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത്രയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെറിയൊരു സ്കിൻ കെയറും കൂടി ചെയ്യും കേട്ടോ. ഒരു ഹൈലൂറോണിക് ആസിഡ് സെറവും, പിന്നെ ഒരു മോയ്സ്ചറൈസറും, പിന്നെ ഒരു ലിപ് ബാം. ഇത്രയാണ് എൻ്റെ മെയിൻലി വരുന്ന സ്കിൻ കെയർ. പിന്നെ അത്രയേ ഉള്ളായിരുന്നു ആ ഒരു ദിവസം. പിന്നെ നെക്സ്റ്റ് ഡേ ഇതുകൊണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും നമ്മൾ എഴുന്നേക്കാനായിട്ട്. കിടക്കുമ്പോൾ തന്നെ 4-4:30 ആവുമല്ലോ. അപ്പോൾ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. സോ ഇന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കാവുന്ന. നോർമലി രാവിലെ നമ്മൾ കൂടുതലും ഷെയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുന്നത്, പെട്ടെന്ന് കഴിയുമല്ലോ അതിനു വേണ്ടി. പക്ഷേ ഇന്നലെ രാത്രി ഷെയ്ക്ക് തന്നെ അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് മോർണിംഗ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ അവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം. ആക്ച്വലി പണ്ടൊന്നും എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പണ്ടത്തെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ നമ്മളൊന്നും അറിയണ്ടല്ലോ, നമുക്ക് മെയിൻലി ഉമ്മയൊക്കെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട് വെച്ചിട്ടും കഴിച്ചാൽ മാത്രം മതിയല്ലോ. അന്ന് എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഉപ്പുമാവാണ് ഏറ്റവും വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം ഉപ്പുമാവ്. കഴിക്കാനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇക്കുനും ഉപ്പുമാവ് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തിന്ന് ഉപ്പുമാവ് എടുക്കാമെന്ന് വിചാരിച്ചു.
ഇവിടെ എന്നോട് മെയിൻലി എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ലൈഫും ജോബും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഇവിടെ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും, കാരണം നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഓക്കെ ആയിക്കോളും. പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ തന്നെയാണ്. ആദ്യം നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. മീൻസ് മെയിൻലി എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരേ ജോലിയായിരുന്നു, ഫാർമസിസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ. അതുപോലെ നമ്മൾ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഫാർമസിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. മീൻസ് ഇപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കണമെങ്കിലൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമുക്ക് ഒരുപോലെ ഡ്യൂട്ടി വരത്തക്ക രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഡ്യൂട്ടി എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ജോലി ആകുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഒരാൾ ഫാർമസിസ്റ്റ് അല്ല വേറെ എന്തെങ്കിലും രാവിലെ ആണ് ജോലിയെങ്കിൽ നമുക്ക് നൈറ്റ് ആകുമ്പോഴൊക്കെയാണ് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. കാരണം നമുക്ക് ഒരാൾ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും ഒരാൾക്ക് ജോലി കഴിയുന്നത്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഇവിടെ മെയിൻലി അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് വെള്ളിയാഴ്ചകളിലാണ് കേട്ടോ. വെള്ളിയാഴ്ച മെയിൻലി ഞങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഡ്യൂട്ടി വരുന്നത്. അല്ലാത്ത ദിവസമൊന്നും കുഴപ്പമില്ല, നമുക്ക് ഓൾമോസ്റ്റ് ഒരേ സമയത്തായിരിക്കും ഡ്യൂട്ടി വരുന്നത്. ഞാൻ ആദ്യമൊന്നും വരുമ്പോൾ ഇവിടെ അങ്ങനെ ഹെൽത്തിന് അത്ര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്നായാലും അങ്ങനെ ഒരു ഫുഡ് അതിനൊന്നും എനിക്ക് അത്രയ്ക്ക് ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്ന് കറക്റ്റ് ഫുഡ് കഴിക്കണം. മീൻസ് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഒക്കെ മെയിൻലി നമ്മൾ പുറത്തുനിന്നൊക്കെ വീക്കിലി ഒരു പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും മാത്രമേ ആക്കത്തുള്ളൂ കേട്ടോ. മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നവരാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഫാർമസിയിൽ പോയാൽ തന്നെ പലരും വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിൻലി വരുന്നൊരു പ്രശ്നം ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയൊക്കെ കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. മെയിനായിട്ടുള്ളൊരു ഫാക്ടർ ഇവിടെ സ്ട്രെസ്സ് തന്നെയാണ്, ടെൻഷൻ. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജോലി, ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ തന്നെ ആയിരിക്കും മെയിൻലി ഇവിടെ കാര്യം കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഈ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ പലരുടെയും കാര്യം മീൻസ് പലരും നമ്മളോട് പലതും ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഷെയർ ചെയ്യുമ്പോൾ മെയിൻലി മീൻസ് അവരുടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം അവർക്ക് വേറെ പറയാൻ അങ്ങനെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യത്തിൽ എല്ലാവരും ബിസി അല്ലേ. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഫുഡും ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ജസ്റ്റ് അറബിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ബിരിയാണി ഇല്ല, അത് ഞാൻ ഒന്നും കൂടി സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി നേരം കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. സോ അത് നമുക്ക് ഇന്ന് 5 മണിക്ക് തന്നെയാണ് ഡ്യൂട്ടി വരുന്നത്. 2 പേർക്കും ഒരേ സമയത്താണ് ഡ്യൂട്ടി. കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാൻ നേരത്ത് ഞാൻ രാത്രി അങ്ങനെ വന്നിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാം. ഇങ്ങനത്തതും ഇതിപ്പോൾ മൂത്തുമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നട്ട്സൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. എൻ്റെ കരിവേപ്പ് കണ്ടോ, നല്ല കാറ്റുണ്ടല്ലേ. കാറ്റും മാത്രമേ ഉള്ളൂ, പക്ഷേ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, നല്ല ചൂടാണ്. 5 മണിക്കായാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിയർത്ത് കുളിക്കുന്ന ആ ഒരു അവസ്ഥയാവും കേട്ടോ ഫാർമസി എത്തുമ്പോഴത്തേക്കും. ചുയ്ക്കുവിൻ്റെ ഫാർമസി അങ്ങോട്ടാണ്, എൻ്റെത് ഓപ്പോസിറ്റാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.